ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വെറും 2 ദിവസത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ വീണ്ടും കളത്തിലിറങ്ങാൻ പോവുകയാണ് നാളെ. അതും വമ്പന്മാരായ മോഹൻ ബഗാനെതിരെയാണ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള റൈവലറിയെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഒരു എൽ ക്ലാസിക്കോ പോര് എന്ന് അറിയപ്പെടുന്നത് അത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ മത്സരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം തീ പാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനക്കാരും അതുപോലെ 3ാം സ്ഥാനക്കാരും തമ്മിലുള്ള മത്സരം കൂടിയാണ് നാളെ നടക്കാൻ പോകുന്നത്. മോഹൻ ബഗാൻ ആണെങ്കിൽ 9 മത്സരം കളിച്ചു, അതിൽ നിന്ന് 19 പോയിന്റ് ആയിട്ട് 3ാം സ്ഥാനത്താണുള്ളത്. അവർ ബ്ലാസ്റ്റേഴ്സിനേക്കാളും 2 മത്സരം കുറവ് കളിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് 11 മത്സരങ്ങളിൽ നിന്ന് 23 പോയിന്റ് ആയിട്ട് 2ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. അപ്പം ഇനി മോഹൻ ബഗാന്റെ നിലവിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ ലാസ്റ്റ് കളിച്ച 2 മത്സരം പരാജയപ്പെട്ടാണ് അവർ വരുന്നത്. വിജയമില്ലാതെയാണ് അവർ നിലവിൽ വരുന്നത്. അവരൊരു അൺബീറ്റനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടീമായിരുന്നു. മുംബൈക്കെതിരെ 2-1 അവരുടെ മുംബൈയുടെ തട്ടകത്തിൽ വെച്ച് പരാജയപ്പെട്ടു. അന്ന് അവർക്ക് കുറേ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ റെഡ് കാർഡുകളുടെ ഒരു മത്സരമായിരുന്നു അത് അവർക്ക്. അതിനുശേഷമുള്ള ഗോവയ്ക്കെതിരെ വന്ന മത്സരത്തിൽ വലിയ രീതിയിൽ തന്നെ പണി തന്നിട്ടുണ്ട്. ഗോവയ്ക്കെതിരെ 4-1 ഒരു ദയനീയ പരാജയം തന്നെയായിരുന്നു, അതും അവരുടെ സ്റ്റേഡിയമായ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച്. അപ്പോൾ ആ 2 തോൽവിയുടെ ഒരു വിഷമത്താൽ അങ്ങനെ ഒരു 2 തോൽവി പരാജയപ്പെട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം എന്ത് വില കൊടുത്തും വിജയിക്കാൻ വേണ്ടിയായിരിക്കും നാളെ അവർ കളത്തിൽ ഇറങ്ങാൻ പോവുക. അതും നാളെ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ്, സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ് മത്സരം നടക്കുന്നത്. മോഹൻ ബഗാനെ സംബന്ധിച്ച് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്കുള്ള ഒരു നഷ്ടം എന്തെന്ന് വെച്ചാൽ ലിസ്റ്റൻ കൊലാസോ മുംബൈ സിറ്റിക്കെതിരായ ആ മത്സരത്തിലെ റെഡ് കാർഡിനെ തുടർന്ന് AFF ഇപ്പോൾ 4 മത്സരം ബാന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ലിസ്റ്റൻ കൊലാസോ കളിക്കില്ല. അത് അവർക്കൊരു തിരിച്ചടി തന്നെയാണ്. അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഓസ്ട്രേലിയൻ ഡിഫൻഡറായ ബ്രണ്ടൻ ആമിലിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. അപ്പോൾ ഈ മത്സരത്തിലേക്ക് താരം തിരിച്ചു വരുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു സംശയമായിട്ടുള്ള കാര്യമാണ്. അതും അവർക്കൊരു നഷ്ടം തന്നെയാണ്. പിന്നെ അവരുടെ പോസിറ്റീവായിട്ട് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ സസ്പെൻഷൻ ആയിരുന്ന ആശിഷ് റായ് അതുപോലെ തന്നെ ഹെക്ടർ യുസ്തെ എന്ന് പറയുന്ന അവരുടെ ഫോറിൻ ഡിഫൻഡറും ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിരുന്ന മലയാളി താരമായിരുന്ന സാൽ അബ്ദുൽ സമദ് കഴിഞ്ഞ മത്സരത്തിൽ ഇഞ്ചുറിയൊക്കെ മാറി, അതായത് ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ ഇഞ്ചുറി മാറി ബെഞ്ചിലുണ്ടായിരുന്നു, കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ താരം കളിക്കുന്നതാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ ആദ്യമായിട്ട് നാളെ സാൽ അബ്ദുൽ സമദ് പന്ത് തട്ടാൻ ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ മറു സൈഡിൽ മോഹൻ ബഗാൻ വിട്ട പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സിലുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ പ്രീതം കോട്ടാൽ നാളെ മോഹൻ ബഗാനെതിരെ തൻ്റെ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ്. അതും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് നാളത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ മോഹൻ ബഗാന് മികച്ചൊരു സ്ക്വാഡ് തന്നെയുണ്ട്. എത്ര താരങ്ങളില്ല എന്ന് പറഞ്ഞാലും, ലിസ്റ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും അവർക്ക് ഗ്രേറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. നല്ല ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള അത്രയും ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സ് ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ഭയക്കേണ്ടതുണ്ട്. അവർ നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെതിരെ വരുമ്പോൾ അവരൊരു പ്രത്യേക കളിയാണ്, എന്താണെന്നറിയില്ല, അത്രയും വാശിയോടെയാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിച്ച് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ ഒരു ഗ്രേറ്റ് മത്സരം തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവാൻ ബുക്കോമാനോവിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തിട്ട് ഇതുവരെയും ഇവാൻ ബുക്കോമാനോവിച്ചിനെ പരാജയപ്പെടുത്താൻ കഴിയാത്തൊരു ടീം കൂടിയാണ് മോഹൻ ബഗാൻ. 4 തവണ ഏറ്റുമുട്ടിയപ്പോൾ 3 തോൽവി, ഒരു സമനില മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് അഡ്രിയാൻ ലൂന 2 ഗോളുകളൊക്കെ സ്കോർ ചെയ്ത്, ഫ്രീ കിക്ക് ഗോൾ, അതുപോലെ ടോപ്പ് 2 ഗോളുകൾ സ്കോർ ചെയ്ത് സമനില പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇവാന് പരാജയപ്പെടുത്താൻ കഴിയാത്തൊരു ടീമാണ്. അപ്പോൾ അതൊക്കെ നാളെ തിരുത്തി കുറിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. അപ്പം ഇനി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് കളിച്ച 2 മത്സരവും വിജയിച്ചാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വരവ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരം മുംബൈ സിറ്റിയോട് ആ ഒരു റിവെഞ്ചൊക്കെ തീർത്ത് അത്രയും കോൺഫിഡൻസ് ബൂസ്റ്റോടെയാണ് നമ്മുടെ പ്ലേയേഴ്സൊക്കെ ഈ മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ടീം ഒരു മികച്ച ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും വാശിയോടെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ടായിരുന്നു നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ കാണാൻ സാധിച്ചത്. ഡിഫൻസിൽ മിലോസ് അതുപോലെ ലെസ്കോവിക്ക സെൻട്രൽ ബാക്ക് സഖ്യം ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അറ്റാക്കിൽ കളിക്കുന്ന 2 ഫോറിൻ താരങ്ങളും കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്യുകയും അസിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 താരങ്ങളും മികച്ച ഫോമിലാണ് നിലവിൽ നിൽക്കുന്നത്. ക്വാമെ പെപ്രയും അതുപോലെ തന്നെ ദിമിത്രിയോസ് ഡയമൻഡഗോസും. എങ്ങനെയാലും ഫോമിലല്ലായിരുന്ന ക്വാമെ പെപ്ര ഓരോ മാച്ച് കഴിയുമ്പോഴും ഇമ്പ്രൂവ് ആയി വരുന്ന, ബെറ്റർ ആയി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഹീറോ ഓഫ് ദി മാച്ച് ആയിരുന്നു. ഒരു ഗോളും ഒരു സ്കോറും ഒരു അസിസ്റ്റും താരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ക്വാമെ പെപ്രയുടെ ഈ പ്രകടനം. എങ്ങനെയാൽ തുടർന്നും ഈ പ്രകടനം പുറത്തെടുക്കാൻ കഴിയട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്.
അപ്പം നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് നാളത്തെ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു 11 നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരം കളിച്ച അതേ ഒരു 11 ആയിട്ട് തന്നെയായിരിക്കും കളിക്കുക. ഒറ്റൊരു മാറ്റം മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ മലയാളി താരമായ വിപിൻ മോഹന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഒന്നും ഇല്ല എന്ന് ആശ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവാൻ ബുക്കോമാനോസ് പറഞ്ഞാണ് താരത്തിന് വീക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം മോഹൻ ബഗാനെതിരെ താരം ട്രാവൽ ചെയ്യില്ല, താരം കളിക്കില്ല എന്നുള്ളത് ഇവാൻ ബുക്കോമാനോസ് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വിപിൻ്റെ പകരം മലയാളി താരമായ അസർ അവിടെ റീപ്ലേസ് ചെയ്യുക തന്നെ ചെയ്യും. അസർ തന്നെ ആയിരിക്കും ഫസ്റ്റ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു അസർ ഡാനിഷ് കോംബോ നമുക്ക് കാണാൻ സാധിക്കും. ജീക്സൺ നാളത്തെ മത്സരത്തിലും കളിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ താരം എങ്ങനെയാലും ഇനി നമുക്ക് നമ്മുടെ അടുത്ത ISL മത്സരം ഇനി ഫെബ്രുവരിയിലായിരിക്കും റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും 11 സാധ്യതയില്ല. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ, ഡിഫൻസിൽ മിലോസ് ആൻഡ് ലെസ്കോവിക്, ലെഫ്റ്റിൽ നോച്ച, റൈറ്റിൽ പ്രീതം കോട്ടാല്, മിഡ്ഫീൽഡിൽ ഡാനിഷ് ആൻഡ് അസർ, റൈറ്റിൽ രാഹുൽ KP, ലെഫ്റ്റിൽ ഐമൻ, സ്ട്രൈക്കേഴ്സ് ആയിട്ട് ക്വാമ പെപ്ര ആൻഡ് ഡിമിത്രിയോസ് ഡാമഡോസൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വിജയം അനിവാര്യമാണ്. അത്ര നമുക്ക് ഷീൽഡിലേക്ക് വേണ്ടി വിജയിച്ച് കയറേണ്ടതാണ്. ഷീൽഡ് അടിക്കലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് നാളത്തെ മത്സരം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മോഹൻ ബഗാനെ അടിച്ചിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലേയേഴ്സിനെല്ലാം ഒരു ഓൾ ദി ബെസ്റ്റ് തന്നെ നേരാം. അപ്പോൾ നാളത്തെ മത്സരം എന്താവുമെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.